ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പകലിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? കാണിച്ചു തരാം. ദേ കണ്ടോ, മഞ്ഞ്. തണുപ്പ് കാരണം അതേ ഗ്ലാസിൻ്റെ മുകളിലൊക്കെ വെള്ളം കിടക്കുന്നത് കണ്ടോ. ഇത്രയും ദിവസം 8 ദിവസത്തെ ചൂടിൽ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോഴാണ് ഒരു തണുപ്പുള്ള സ്ഥലത്ത് എത്തിയത്. പുറത്തെ കാഴ്ച അതാ ഇങ്ങനെയാണ്. അപ്പോൾ മക്കളെ വേഗം റെഡിയാക്കി ഞങ്ങൾ നേരെ പെഹൽഗാമിലേക്കാണ് പോകുന്നത്. രാവിലെ തന്നെ സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല തണുപ്പായതുകൊണ്ട് മക്കൾക്കൊക്കെ സ്വെറ്റർ ഇടിയിച്ചിട്ടുണ്ട്. ഹായ്, അപ്പോൾ ഇത് ലഡാക്ക് യാത്രയുടെ 9ാമത്തെ ദിവസമാണ്. ഞങ്ങളിവിടെ എന്താണ് സ്ഥലത്തിൻ്റെ പേര്? അനന്ത്നാഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്റ്റേ ചെയ്തത് ഇന്നലെ രാത്രി. അപ്പോൾ ഇനി നേരെ ഞങ്ങൾ ലഡാക്കിലേക്കാണ്. ഏകദേശം ലഡാക്കിലേക്കല്ല, പെഹൽഗാം. ലഡാക്ക് എന്ന് മാത്രമേ ഉള്ളൂ. മക്കൾക്കാണെങ്കിലും ഇതേ പഴയ സ്വെറ്ററൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട്. പെഹൽഗാമിലേക്കാണ് ഇനി പോകുന്നത്. തണുപ്പാണ് ഇവിടെ. ചെറിയ തണുപ്പുണ്ട്. രാവിലെ നോക്കിയപ്പോൾ തണുപ്പായിരുന്നു. ഇപ്പൊ പുറത്തിറങ്ങിയപ്പോൾ ചൂടുണ്ട്. പക്ഷെ മക്കള് സ്വെറ്ററൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ് തണുപ്പെന്നും പറഞ്ഞിട്ട്. ഇനി 42 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റ് ഒക്കെ ഉണ്ടാവും യാത്ര. അപ്പൊ ഇനി വഴിയുള്ള കാഴ്ചകളൊക്കെ കാണാം അല്ലേ? അപ്പൊ ശരി. കാണുന്നത് മഞ്ഞ് കാണുന്നുണ്ടോ? എന്താ കാണുന്നത്? എന്താണ് കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അവിടേക്കൊക്കെ നോക്ക്, ദൂരേക്ക്. കാണിക്കണം. അവിടെ കാണണ്ടേ? സ്ട്രെയിറ്റ് അവിടെയൊക്കെ കാണുന്നുണ്ട്. ഫോണില് ക്ലിയർ ഉണ്ടോന്ന് അറിയില്ല അല്ലേ? പക്ഷെ ദൂരെ കാണുന്നുണ്ട്. എങ്ങനെയുണ്ട്? എന്താണ് കണ്ടോ? നോക്ക്, കണ്ടോ? നോക്കിയിരിക്ക, അപ്പുറത്തേക്ക് നോക്ക്. ദൂരെ അങ്ങ് മലമുകളിലാട്ടോ മഞ്ഞ് കണ്ട്. എന്നിട്ടും കൂടി അവരെ മൊത്തം സന്തോഷം കണ്ടില്ലേ? അപ്പൊ അടുത്ത മഞ്ഞ് കാണുകയാണെങ്കിൽ എന്തായിരിക്കും അവരവസ്ഥ? നല്ല ഉരുളൻ കല്ലില്ലേ? എന്തിനാ? എന്തേ? എങ്ങനെയുണ്ട്? തണുത്തിട്ട് പോയി ഐസ് വാട്ടർ തൊടുന്ന പോലെ. കാല് ചുവന്നിട്ടാ. കാല് എന്താണ് അരിശി? ഇങ്ങനെയാണ് ഇനിയല്ല ഐസിൽ കളിക്കണം എന്ന് പറഞ്ഞേ. അവൻ അയാൾ കൊറേ നേരം കാല് വെള്ളത്തിലിട്ട് വെക്കണേട്ടത്. എവിടേക്കാ പോകുന്നത്? ആപ്പിൾ തോട്ടത്തിലേക്ക്. അതൊക്കെ കുഞ്ഞ് ആപ്പിളാണ് കേട്ടോ. കുഞ്ഞ് ആപ്പിളാണ് ഉണ്ടായി കിടക്കുന്നത്. ഉള്ളില് വലുതുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് പോയി നോക്കാം അല്ലേ? ആവുന്നുള്ളൂ. എന്താണ് അരിശി? നോക്കട്ടെ, ഇഷ്ടായ? അതിന്റെ മുകളിലൊക്കെ എന്ത് രസം. എങ്ങനെയുണ്ട് അരിശി? തൊടണോ? ആണോ? അത് കുളിച്ചിട്ടില്ല.
ആപ്പിൾ തോട്ടത്തിൽ അവർ പ്ലാസ്റ്റിക്കിൻ്റെ ചുവന്ന ആപ്പിളൊക്കെ വെച്ച് ഞങ്ങളെ പറ്റിച്ച്. ഞങ്ങൾ പോയി കുറച്ച് നേരമൊക്കെ അവിടെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു കേട്ടോ. ഇത് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയ കോൺഫ്ലെക്സും പാലുമാണ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കുറേ മിലിറ്ററിക്കാരെ വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അടുത്തായിട്ട് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അമ്മച്ച എങ്ങനെയൊക്കെ വണ്ടി ഓടിക്കും. ആ അതേപോലെ ഇങ്ങനത്തെ വലിയ വലിയ ട്രക്കുകളോ അല്ലേ ഇതൊക്കെ വണ്ടികളാ. പോയി കഴിഞ്ഞാ നമ്മളെ നാട്ടിലെ ആൽമരം പോലത്തെ ഒരു മരം എല്ലായിടത്തും ഉണ്ടല്ലോ ഇത്. എന്താണ് എന്ത് മരം? ആ നല്ല തണലുള്ള വലിയ മരം. അവിടെ ദൂരെ ഒരു ബിൽഡിംഗ് കണ്ടോ? എന്ത് ഭംഗിയല്ലേ. പള്ളി വല്ലോ ആയിരിക്കും. ആ പള്ളി ആയിരിക്കും. പൊറോട്ട ഉണ്ടാക്കുന്നൊക്കെ അമ്പോ എന്ത് വലിയതാണ്. അതാ മുകളിലുണ്ടായി കിടക്കുന്നു. ഉണ്ടാക്കി പള്ളിയായിട്ട് ഉണ്ടാക്കിയത്. നല്ല ആ ഒരു ഇറക്കത്തില് നല്ല ഭംഗി. താങ്ക് യു. വിസിറ്റ് അഗൈൻ. അങ്ങനെ വെൽക്കം ടു പെഹൽഗാം. നമ്മൾ കേരളം എപ്പോഴോ കഴിഞ്ഞില്ലേ. ഇപ്പൊ പെഹൽഗാമിലേക്കാണ് നമ്മൾ പോകുന്നത്. സൈഡിലൂടെ നല്ലൊരു ഒഴുക്കുള്ള ഏതാണ് അല്ല പേരെന്താന്ന് നോക്കാം. ജലൂം റിവർ അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. എന്തായാലും നല്ല ഭംഗിയുള്ള വെള്ളമാണ്. നമുക്ക് ഇത് കാണുമ്പോ നമ്മളെ നാട്ടിലത്തെ പോലെ ഇറങ്ങി ചാടാൻ തോന്നുന്നുണ്ട്. അരിശിക്കും ആന്തികൊക്കെ അല്ലെ. അതില് ചാടിയാൽ ഐസായിട്ട് വീട് കിടക്കും. ഇല്ല നമ്മള് നേരത്തെ മറ്റേ വെള്ളത്തിൽ ഇറങ്ങിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ആ അതില് മാത്രല്ല ഇതും തണുപ്പാണ്. അത് അങ്ങ് മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളാണ്. അവിടെ ഐസ് വെള്ളല്ലേ ഇത്. പക്ഷെ നമ്മളവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ കാലൊക്കെ ഇങ്ങനെ ചുവന്ന് കിടക്കും. കുഴപ്പമുണ്ട്. നേരത്തെ ഇറങ്ങിയപ്പോ തന്നെ കണ്ടില്ലായിരുന്നോ? ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. കാല് പൊള്ളുന്ന പോലെ തോന്നിയില്ലായിരുന്നോ? ആര് ശിവനെന്തിന് പറ്റിച്ചതാ? അന്ന് അവളെ കൊണ്ട് ആ വെള്ളത്തിലിടാ. അവരെന്തൊക്കെയോ അവിടെ പെറുക്കുന്നത്. എന്തൊക്കെയോ ചെടികള്. നല്ല ഒരു സ്ഥലം അല്ലെ. വെള്ളമൊക്കെ നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള വെള്ളം. കണ്ടിട്ട് ഇറങ്ങാൻ തോന്നും. പക്ഷെ ഇറങ്ങി കഴിഞ്ഞാലേ തണുത്ത് വിറയ്ക്കും. അവിടെ കുതിരകളും എല്ലാം ഉണ്ട്. ആ എത്രയോ ആൾക്കാർ അവിടെയൊക്കെ നിക്കുന്നുണ്ട് കേട്ടോ. ഇറങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങുകയാണ്. പക്ഷേ അവിടെ കച്ചവടക്കാരെ കൊണ്ട് ഒരു ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. നമ്മളെ സ്വസ്ഥമായിട്ടൊന്നും നിൽക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ മടി വിചാരിച്ച് അങ്ങനെ നിൽക്കുക കേട്ടോ. അവരുടെ മുഖമൊക്കെ കണ്ടില്ലേ. ആടിനെയും പ്രാവിനെയൊക്കെ അവരെ മേലൊക്കെ കൊണ്ടുപോയി വെക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ ഒരു കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു മലപ്പുറത്തുള്ളവർ. അപ്പോൾ അവരും ഇവിടെ എത്താറായിട്ടുണ്ടായിരുന്നു. അവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. നമ്മളിവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരിവിടേക്ക് എത്തി. അവരിവിടെ എത്തിയിട്ടുണ്ട് കണ്ടില്ലേ. അങ്ങനെ നമ്മൾ പിന്നെ ഒരുമിച്ചാട്ടോ ഇനി പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് വാൾനട്ടൊക്കെ നമ്മൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നഷ്ടമായിരുന്നു കേട്ടോ വാങ്ങിയത്. അമർനാഥ് യാത്ര അടുത്ത മാസം ആയതുകൊണ്ട് തന്നെ മിലിറ്ററി വണ്ടികൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ചെക്കിങ്ങിന്. ബ്ലോക്കിൽ പെട്ടു നമ്മൾ. ഇവിടെ എന്താ
അതാ മുകളിലൊക്കെ മഞ്ഞാണ്. മുകളിലൊക്കെ മഞ്ഞാ. ബാക്കി എല്ലാ സ്ഥലത്തും ചൂടായതുകൊണ്ടാണോ എന്നറിയില്ല, ഒരുവിധം എല്ലാ ആൾക്കാരും ജമ്മു കാശ്മീരിൽ ഇങ്ങോട്ടേക്ക് പെഹൽഗാമിലേക്കൊക്കെയാണ് വരുന്നത്. ജമ്മു കാശ്മീരിലുള്ള ബാക്കി വണ്ടികൾ അതെ ഇവിടെയൊക്കെ എല്ലാവരും ഇങ്ങോട്ടേക്കാണ്, ടാക്സി ആയിട്ടും അല്ലാതെ കുറേ വണ്ടികളുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവിടെ എത്താൻ ഇതേ കണ്ടില്ലേ ബ്ലോക്കാണ്. ഇത് എൻട്രി ഫീ ആണ്. ഇവിടെ ഒരു 50 രൂപയാണ് നമുക്കായത്. ഇവിടെ ഈ സൈഡിലൂടെ ഒഴുകുന്ന ഈ ഒരു വെള്ളം എന്ത് ഭംഗിയായിരുന്നു അറിയാം കാണാൻ. നല്ല കളറുണ്ടായിരുന്നു. അതേപോലെ നല്ല തണുപ്പോട്ടോ ഇറങ്ങാൻ. നേരായി നമ്മൾ എത്ര മിനിറ്റായി ബ്ലോക്കിൽ പെട്ടിട്ട്? അരമണിക്കൂറൊക്കെ ആയി. എന്തൊരു തിരക്കാണോ. ഇതിങ്ങനെ പോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള, കുറച്ച് അങ്ങോട്ടുള്ള വണ്ടി പോകും, പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങോട്ടുള്ള വണ്ടി വരും. അങ്ങനെയാണ്. ആ ചെറിയ ബ്രിഡ്ജ്, ശരിയാ. അതാണ് ഇത്ര ലേറ്റ് ആവുന്നല്ലേ. ഓ അപ്പൊ ഒന്നിലെ കൂടെ ഉണ്ടാവുള്ളു വണ്ടി വരുന്നത്. ആ ഓ അത് ശരി. അതുകൊണ്ടാണ് കുറച്ച് പോയി കഴിഞ്ഞിട്ട് തൊടണം. അതിന് കൊമ്പുണ്ട്. ഇതൊക്കെ വളഞ്ഞു കിടക്കുന്നത്. വെൽക്കം ടു യാത്രീസ്. എന്തുപറ്റി ആരിശി? എന്താണ്? എവിടെ? മഞ്ഞിന്റെ നടുക്കാണ് നമ്മള്. അവിടെ കാണുന്നുണ്ട്. ഇതുവരെ കേൾക്കാത്ത അയാന്റെ സൗണ്ടൊക്കെ പുറത്തു വന്ന് തുടങ്ങിട്ടോ പെഹൽഗാമിലെത്തിയപ്പോ. ഒടുക്കത്തെ ബ്ലോക്കാണ്. ഇനി അവിടെ എന്തോ വല്ല നാരോ ബ്രിഡ്ജ് ഉണ്ടോന്ന് ആർക്കറിയാം. അരമണിക്കൂറിൽ കൂടുതലായി ഇപ്പൊ ഇവിടെ നിൽക്കുന്നു. അവിടെ എത്രയാ നോക്ക് കുതിരകള്. റൈഡിനുള്ളതാന്ന് തോന്നുന്നു അല്ലേ. വാല് തുറക്കണ്ട കേട്ടോ. നല്ല ഭംഗിയുള്ള ഇത് കടകളായിരിക്കും അല്ലേ. അത് കടകൾ. ഇവിടെ റോഡ് സൈഡിലെ ലൈറ്റ് ഒക്കെ നോക്ക്. ഹോട്ടൽ, ഹോം സ്റ്റേ എല്ലാം ഉണ്ട്. നല്ല ഡ്രസ്സുകൾ. ഇതൊക്കെ ഇവിടെ ഇടാൻ പറ്റുന്ന കശ്മീരി ടൈപ്പ് ഡ്രസ്സുകളായിരിക്കും ഇതൊക്കെ. ലൂസ് പോലെ നല്ല. ഐസ്ക്രീം കട. നോ നോ. നല്ല സ്ഥലം. കുറേ വണ്ടികളുണ്ട് അല്ലേ. എത്ര ടൂറിസ്റ്റുകളോ സീസൺ ആയതുകൊണ്ട്. പോലീസ് സ്റ്റേഷൻ പെഹൽഗാം. പബ്ലിക് സ്കൂളിന്റെ ഞങ്ങളിപ്പോൾ പോകുന്നത് രാജ ഗസ്റ്റ് ഹൗസ് പെഹൽഗാം ലാരിപ്പോറ എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ് ഈ ഒരു ഗസ്റ്റ് ഹൗസ് ഉള്ളത്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഗസ്റ്റ് ഹൗസ് ആണ്. നല്ല ഒരു പെരുമാറ്റമാണ് അവിടെ ഉള്ളവർക്ക്.
കുറേ പേര് കുതിരപ്പുറത്തൊക്കെ കയറി പോകുന്നുണ്ട് കേട്ടോ, യാത്ര മുകളിലേക്കൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അവർ. അപ്പോൾ അതൊക്കെ സൈഡിലൂടെ പോകുന്നുണ്ട്. പിന്നെ അതേ മഞ്ഞുമലയൊക്കെ അടുത്തായിട്ട് വരുന്നുണ്ട്. കുറച്ചും കൂടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇത്രയും അടുത്തേക്കൊക്കെ ആയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ നേരെ ഗസ്റ്റ് ഹൗസിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഈ നമ്മളെ കൂടെ ഉള്ള മലയാളീസ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അവർ റെഡിയാക്കിയതാണ്. കുതിരപ്പുറത്ത് കയറി സവാരി അടി. ഇവിടെ ഒരു പാലം വന്നിരിക്കുന്നത്. മുകളിലൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ അത് ഈ രണ്ടാമത്തെ ഈ ഒരു പാലം കഴിഞ്ഞാലാണ് നമ്മളെ ഗസ്റ്റ് ഹൗസ് വരുന്നത്. അത് നല്ല അടിപൊളിയാട്ടോ. ഒരു ഹോം സ്റ്റേ എന്തായാലും നമുക്ക് ഇവിടെ പെഹൽഗാമിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രാജ ഗസ്റ്റ് ഹൗസ് തന്നെ പോകണം കേട്ടോ. പ്രമോഷനും ഒന്നുമല്ല, ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അവരുടെ സംസാരം രീതിയെല്ലാം. നല്ലൊരു ആൾക്കാരായിരുന്നു. നമ്മളത് എവിടെ എത്തി. ഗസ്റ്റ് ഹൗസ് ഇതാണ്. നല്ല പൂവൊക്കെ ഉണ്ടായിരുന്നു. കടിക്കും. എന്താ മുയല പുല്ല് കഴിക്കുന്നുണ്ടോ? മക്കൾക്ക് എന്തായാലും സമയം പോകാൻ ഒരു മുയലുണ്ടായിരുന്നു കേട്ടോ. അത് അവരവിടെ വളർത്തുന്നതാണ്. നല്ല ഇണക്കമുള്ളതാണ്. പിന്നെ അതേ യസു ഉണ്ട്, മറ്റേ മലയാളീസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, അവരെ മോനാട്ടോ. അവന് 4 വയസ്സേ ഉള്ളൂ. അവനുമായിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ട് രണ്ടുപേരും. പിന്നെ ഇവർ 3 പേരും കൂടി ആട്ടോ മുയലിന് നിൽക്കാനും ഇരിക്കാനും സമ്മതിക്കാതെ ഓടിക്കുന്നുണ്ടായിരുന്നു. ഇത് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആട്ടോ. അത് മലയൊക്കെ കാണുന്നുണ്ട്, മഞ്ഞുമല. അപ്പോൾ ഇതാണ് ഗസ്റ്റ് ഹൗസ്, ഇതാ രാജ ഗസ്റ്റ് ഹൗസ് പെഹൽഗാമിലുള്ളത്. പിന്നെ ഞങ്ങളിനി രാത്രിത്തേക്കുള്ള ഫുഡിൻ്റെ പരിപാടികളൊക്കെ അപ്പോൾ അവരവിടെ തന്നെ വെച്ചിട്ടുണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 കൂട്ടരും ഫുഡ് ഉണ്ടാക്കുക കേട്ടോ. ഇതില് कश्मीरी पूरा कश्मीरी है, ये पूरा कश्मीरी है, कश्मीरी. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് കുറേ നേരം സംസാരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ആ കുഞ്ഞുവാവൻ്റെ പേര് നൂറ എന്നാട്ടോ, മലയാളിയാണ്. അവർ ഫാമിലിയായിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. നീ നല്ല ജാക്കറ്റൊക്കെ ഇട്ട് നിൽക്കുകയാണല്ലേ. 1.5 വയസ്സുള്ള കുഞ്ഞാവതെ സ്വെറ്ററൊന്നും ഇല്ലാതെ പഹൽഗാമിൽ അടിപൊളിയായിട്ട് നടക്കുന്നത്. ചോദിക്കുന്ന പോയി നോക്ക്, മുയലിന് തെരഞ്ഞു നടക്കുക വാവ. എവിടെയും ചോദിക്കുന്നതാ. നമ്മൾ കുക്ക് ചെയ്യാണ് ഇവിടെ. വേറെ ഫാമിലി ഉണ്ട്. ഇപ്പം കഞ്ഞി ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അപ്പോഴാണ് റമീസ് ഭായി പറഞ്ഞത് അവരെ വീടും കൂടി കേട്ടോ. അവിടെ ബാക്കിൽ കുറച്ച് കൃഷികളൊക്കെ ഉണ്ട്, നമുക്ക് കാണാമെന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ അവിടെ അടുക്കള ഭാഗത്ത് ബാക്കോട്ടേക്ക് പോയി നോക്കുകയാണ്. എവിടെ? അത് വെളുത്തുള്ളി. ആപ്പിള് വരുന്ന സമയത്ത് അവരൊക്കെ വേറെ ചോപ്പ് ആപ്പിളൊക്കെ വെറുതെ കുത്തി വെച്ചിട്ട് ഒക്കെ ഞങ്ങള് വിചാരിച്ച ആപ്പിളൊക്കെ ആയോന്ന്. ഫുൾ ഫ്രൂട്ട്സ് ആണ്. വാൾനട്ട്. ഏത് വെളുത്തുള്ളി? അതോ ഇത് മറ്റേ സാധനമല്ലേ ഇതിന്റെ. ഞങ്ങൾ 2 കൂട്ടരും നല്ല കമ്പനിയായി. അവിടുത്തെ ഉള്ളവർ നല്ല കമ്പനിയായപ്പോൾ പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്നു. ഈ ഗസ്റ്റ് ഹൗസിന്റെ ഓണറുടെ പേരാണ് റമീസ് ഭായ് കേട്ടോ. ആള് ഭയങ്കര കമ്പനിയാണ്. എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. മുയല് ജീവനും കൊണ്ട് ഓടുന്നുണ്ട്. നോക്ക്, മഞ്ഞ് വേണേ കണ്ടോ? ഈ കാശ്മീർ വന്നിട്ട് മഞ്ഞ് കണ്ടില്ല എന്ന് പറയുന്നത്. അപ്പോഴാണ് റമീസ് ഭായ് അവിടുത്തെ ചൂടുവെള്ളത്തിന്റെ ടെക്നോളജി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്. ഞങ്ങൾക്ക് മുകളിൽ റൂമിലേക്ക് കിട്ടുന്ന വെള്ളം ഇവരിവിടെ 1500 ലിറ്ററിന്റെ ടാങ്ക് ഇങ്ങനെ തിളപ്പിക്കുകയാണ്. ഈ ടാങ്ക് ഹേ? अच्छा, इसमें पूरा पानी है? 1500. अच्छा. ഇത് ചൂട് വെള്ളം തിളപ്പിച്ചിട്ട് പിന്നെ ഇതാണ് നമ്മൾ മോട്ടർ ഇല്ലാതെ പ്രഷർ വെച്ചിട്ടില്ല. വിത്തൗട്ട് മോട്ടർ.
ആള് ഞങ്ങൾക്ക് വേറൊരു സംഭവം കാണിക്കാനായിട്ടോ ഇവിടേക്ക് കൊണ്ടുവന്നതും കൂടി. ഇതേപ്പോൾ കണ്ടില്ല, എടുക്കുന്നത് ഈ ഒരു സംഭവത്തിന്റെ പേരാണ് കങ്കിരി. ഇവര് തണുപ്പ് കാലത്ത് ഇതിലിങ്ങനെ കനലിട്ടിട്ടാണ് ഡ്രസ്സിന്റെ ഉള്ളിലായിട്ട് പിടിച്ചിട്ട് നിൽക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് റമീസ് ഭായിന്റെ അച്ഛനാണ്. അപ്പോൾ ആള് ഇങ്ങനെ പിടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന്റെ ഉള്ളിലാണ് ഇത് പിടിച്ചിട്ട് നിൽക്കാറ് ഇവര്. അപ്പോഴാണ് റമീസ് ഭായിന്റെ അമ്മ ഉള്ളിത്തണ്ട് ഇതൊരു സബ്ജിയൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ആ സംഭവമൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓരോരോ കൃഷി അവരെ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കാറ് കേട്ടോ. അത് ഉള്ളിയൊക്കെ കണ്ടില്ലേ വെളുത്തുള്ളി. അപ്പോഴാണ് കങ്കിരി ഡ്രസ്സ് എങ്ങനെ ഇടുന്നതെന്നും കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവർ ഇട്ട് നോക്കുകയാണ് എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കയ്യൊക്കെ ഉള്ളോട്ട് ഇട്ടിട്ടാണ് അവർ ആ സാധനം പിടിക്കുക, കങ്കിരി എന്ന് പറഞ്ഞ സാധനം. ഇതൊരു ചെറിയ ഓ നല്ല അടിപൊളി സ്ഥലം. പക്ഷേ ഈ ലൈറ്റ് ഇങ്ങനെ മിന്നി ഇതാണ് മറ്റേ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന കാശ്മീരി വില്ലോ. നല്ല ഗസ്റ്റ് ഹൗസ്. ഇന്ന് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് വരെ കണ്ടില്ലായിരുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടൽ റൂമിൽ ഒതുങ്ങിക്കൂടേണ്ടതായിരുന്നു. ഗസ്റ്റ് ഹൗസും ആൾക്കാരും എല്ലാ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞ് നല്ല ഒരു ഫാമിലി. ഇവിടെയൊക്കെ കൃഷി, ഇതാ കുറേ കൃഷി, വെളുത്തുള്ളീൻ്റെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് അപ്പുറത്തുണ്ട്. എന്തായാലും ഒരു നല്ല അടിപൊളി സ്ഥലമാണ്. ഇതെന്താണ്? ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന കാശ്മീരി വില്ലോ എന്ന് പറയുന്ന മരം. നോക്ക്, ഒരു മൊയിലൂട്ടി നോക്ക്, അതിവിടെ വളർത്തുന്ന. ആരിഷിക്ക് അവന്തിക്ക് എന്തായാലും കളിക്കാൻ ഒരാളായി. കുക്കിംഗ് എല്ലാം ഇതെല്ലാം അടിപൊളി കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളെ 2 കൂട്ടരെയും കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേറെ കുക്കിംഗ് ഒന്നും വയ്യാത്തോണ്ട് വേഗം കഞ്ഞി ആക്കിയിട്ടുണ്ട്. കഞ്ഞി ഏറ്റവും ബെസ്റ്റ്. വെറുതെ കഞ്ഞി, ചമ്മന്തിപ്പൊടി, അച്ചാറും അടിപൊളിയാണ്. സ്വെറ്ററൊക്കെ ഇട്ടിട്ട് സെറ്റായി നിൽക്കുക. നല്ല തണുപ്പാണ്, നല്ല തണുപ്പാണ്. തണുത്തിട്ട് വയ്യ. അവിടേക്ക് നോക്കുക, നല്ല മഞ്ഞ് കാണുന്നുണ്ട്. ഇതിപ്പോ ഇവിടെ സമയം 7:45 7:45. പക്ഷെ വെളിച്ചം നോക്ക്, ഇതാണ് അവസ്ഥ. ഞങ്ങൾ വേറെ എങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ തന്നെയാണ് അന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ പഹൽഗാമിൽ നമ്മളുണ്ടാക്കിയ കേരള കഞ്ഞി, കേരള ടീംസിനോടൊപ്പം നമ്മളെ കൂടെ നമ്മുടെ ജില്ലക്കാർ തന്നെ, മലപ്പുറത്തുകാർ തന്നെ ഈ ഫാമിലിയും കൂടെ ഉണ്ട്. ഞങ്ങളുടെ ഈ ദിവസത്തെ ചിലവ് 800 രൂപയാണ്. വാൾനട്ടൊക്കെ വാങ്ങിയതിൻ്റെ ചിലവാണ്. പിന്നെ ഞങ്ങൾ ഇനി കഞ്ഞി കുടിച്ചിട്ട് നേരെ കിടന്നുറങ്ങും. നാളെ ഇനി അവിടെ ലോക്കൽ വിസിറ്റാണ്. അപ്പോൾ ആ വിശേഷം അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം.